മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായി നിയമിതയായത് കത്രീന കൈഫ്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ. ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ജീവധാര. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈന. ഇറാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ രഹസ്യനാമം ഓപ്പറേഷൻ റൈസിംഗ് ലയർ. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി സെല്ലാപം. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി നിരാമയ. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മഖ്വാന. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. ഇപ്പോഴത്തെ നീതി ആയോഗ് സിഇഒ ആരാണ്? ബി.വി.ആർ. സുബ്രഹ്മണ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാധവ് കൗശിക്.